എൻ്റെ ഒരു അനുഭവം പറയാം. എനിക്ക് ജോലി കിട്ടിയ സമയത്ത് എനിക്ക് ദൂരെയായിരുന്നു ജോലി. എറണാകുളം ജില്ലയിലായിരുന്നു ജോലി. അത് ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയം വരെ ട്രെയിനിന് വരും, അവിടുന്ന് പിന്നെ ബസ്സിന് പോകും, അങ്ങനായിരുന്നു. അപ്പോൾ ഈ കോട്ടയം വരെ ട്രെയിനിന് വന്നിട്ടുള്ളവർക്കറിയാം, ചെങ്ങന്നൂരിൽ നിന്ന് കോട്ടയം വരെ ട്രെയിനിന് വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ അനുഭവം. ആ കോട്ടയത്തിന് അടുക്കാറാകുമ്പോൾ 2 ടണലുകളുണ്ട്. അപ്പോൾ അവിടെ അത് ഇരുട്ടാണ്. അപ്പം എനിക്ക് തലയോലപ്പറമ്പിനാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും മുമ്പിലാണ് കയറുന്നത്. ജോലി കിട്ടിയ സമയത്താണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ തിങ്കളാഴ്ച രാവിലെ ഞാനിങ്ങനെ കോട്ടയത്തിന് വരുമ്പോൾ ആദ്യത്തെ ടണൽ കഴിഞ്ഞു, കുഴപ്പമില്ല. രണ്ടാമത്തെ ടണലായപ്പോഴത്തേക്ക് ആരോ എൻ്റെ കയ്യെ പിടിക്കുന്ന പോലെ തോന്നി. എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന്. അപ്പം ഇരുട്ടല്ലേ, ഒന്നും അറിയത്തില്ലല്ലോ, ഇരുട്ടാണ്. അത് പോയിട്ടുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ കോട്ടയത്ത് ചെന്ന് ഇറങ്ങി ഞാൻ മുമ്പോട്ട് നടന്നപ്പോൾ ഒരാൾ കൂടെ വരുന്നുണ്ട്. കൂടെ വന്നിട്ട് എവിടെയാണ് ജോലി, എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനൊന്നും കള്ളം പറയാൻ പോയില്ല. ഞാൻ സത്യം, എനിക്ക് കള്ളം പറയാൻ അങ്ങനെ അറിയാനും വയ്യ. ആരെങ്കിലും ചോദിച്ചാൽ അത് പറയും. ഞാനത് പറഞ്ഞു. ഞാൻ തിങ്കളാഴ്ച രാവിലെ ഇങ്ങനെ തലയോലപ്പറമ്പിലാണ് ജോലി, ഞാൻ അവിടെ പോകും, അവിടുന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഇതുപോലെ തിരിച്ചു പോകുമെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഏതായാലും കൊള്ളാം, വെള്ളിയാഴ്ച വൈകിട്ട് സ്കൂളിൻ്റെ പേരൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കള്ളവും പറഞ്ഞില്ല. സ്കൂളിൻ്റെ ആരാ എന്നെ ശല്യപ്പെടുത്തിയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ കൂടെ വന്നപ്പോൾ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ഏതായാലും തിരിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ സ്കൂളിൻ്റെ കാര്യമെല്ലാം പറഞ്ഞല്ലോ. ആ ബസ് സ്റ്റോപ്പിന് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന ഉടനെ ഉണ്ട്, കുറച്ച് ദൂരെ മാറി ഈ മനുഷ്യൻ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ചോദിച്ച മനുഷ്യൻ ആരാണോന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, ആ നിൽപ്പുണ്ട്. അപ്പം എനിക്ക് അന്നേരം ആകെ ഒരു പേടി തോന്നിയെങ്കിലും പെട്ടെന്ന് തന്നെ ഞാൻ സ്പീഡിൽ നടന്ന് വന്ന് ഒരു ശകലം നടന്നിട്ട് വേണം ബസ്സിൽ കയറാൻ. നടന്ന് വന്ന് ഞാൻ ആൾക്കാർ നിൽക്കുന്നതിനിടയ്ക്ക് നിന്നു. എന്നോടൊന്നും പറയരുതെന്ന് വിചാരിച്ചപ്പം അങ്ങനെ നിന്നിട്ട് ബസ്സിൽ കയറി ഏറ്റവും മുമ്പിൽ കയറിയിരുന്ന് പോയി. പിന്നെ ആ മനുഷ്യന് പിന്നെ എൻ്റെ അടുക്ക വന്നിട്ടുമില്ല. ആ മനുഷ്യനായിരുന്നു ശല്യപ്പെടുത്താൻ വന്നത്. ഞാൻ അന്നേരം അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തായിരിക്കും അനുഭവം? ആൾക്കാർ കൂടും, വല്ലോ ആരെങ്കിലും അറിയാമോ? വെറുതെ ബഹളം ഉണ്ടാക്കാം. പക്ഷേ ആ മനുഷ്യൻ ആലോചിച്ച് നോക്കിയാൽ വെള്ളിയാഴ്ച വൈകിട്ട് ആ മനുഷ്യൻ കോട്ടയത്തെങ്ങാണ്ട് ജോലിയുള്ളതാണെന്ന് തോന്നുന്നു. അവിടം വരെ മെനക്കെട്ട് വന്നേക്കുന്നു. അവന് പണി കൊടുത്തു, അവൻ്റെ പൈസയും പോയി. അല്ലാതെ പിന്നെന്തോന്നാ, നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്താണോ വേലയെടുക്കാൻ വരുന്നത്? അതിനൊക്കെ പറയുന്ന ദൈവമാണ് നമ്മളെ ഇതിനെല്ലാം നയിക്കുന്നത്. ഞാൻ എൻ്റെ മഹത്വം പറയല്ല, എന്തെല്ലാം കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ദൈവം എൻ്റെ കൂടെ വരുന്നതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ നോക്കട്ടെ, സമയം കിട്ടിയാൽ ഞാൻ പറഞ്ഞു തരാം. എനിക്ക് പ്രായമായില്ലേ, എനിക്ക് അങ്ങനെ അങ്ങ് പറയാൻ ഒക്കുമോ?